മകൻ വഴിയിൽ ഉപേക്ഷിച്ച അച്ഛൻ ആശ്രയമറ്റ് കഴിയുന്നത് റോഡരികിലെ കടവരാന്തയിൽ. പ്രതികൂല ജീവിത സാഹചര്യങ്ങളെ അതിജീവിച്ച് സുമനസ്സുകൾ നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ച് ജീവൻ നിലനിർത്തേണ്ട ഗതികേടിലാണ് ഈ മധ്യവയസ്കൻ. തിരുമൂലപുരം കല്ലന്മലയിൽ താമസിച്ചിരുന്ന 63 വയസ്സുള്ള ബെന്നിയാണ് മകൻ ഉപേക്ഷിച്ചത് കാരണം തിരുമൂലപുരം ജംഗ്ഷനിലെ കടവരാന്തയിൽ കഴിയുന്നത്. രാത്രിയിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണിവിടം. കഴിഞ്ഞ മാസം 19-നാണ് മകൻ തന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോയതെന്ന് ബെന്നി പറയുന്നു. മൂത്ത മകൻ രാജേഷാണ് ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്. ബെന്നിയുടെ ഭാര്യ മരിച്ചിട്ട് 4 വർഷമായി. കടവരാന്തയിൽ രാത്രിയും പകലും കഴിച്ചുകൂട്ടുന്ന ബെന്നിക്ക് സമീപത്തെ ചുങ്കത്തിൽ സജിയുടെ ഉടമസ്ഥതയിലുള്ള ബേക്കറിയിൽ നിന്നും മറ്റുമാണ് ഭക്ഷണം നൽകുന്നത്. ബെന്നിയുടെ ദുരവസ്ഥ കണ്ട് ഇതുവഴി കടന്നു പോകുന്നവരും ഭക്ഷണം നൽകുന്നുണ്ട്. പോകാൻ വീടില്ലാതെ ആരും ആശ്രയം നൽകാതെ കടവരാന്തയിൽ ജീവിതം തള്ളി നിൽക്കുന്ന ബെന്നിക്ക് ആകെ കൂട്ടായുള്ള സ്വന്തമായുള്ള റേഡിയോ മാത്രമാണ്. അതിലെ ഗാനങ്ങൾ ശ്രവിച്ചും കൈത്താളമിട്ടും സിനിമാ ശബ്ദരേഖകൾ ആസ്വദിച്ചും ഒറ്റപ്പെടലിൻ്റെ വേദനകൾ മറക്കാൻ ശ്രമിക്കുകയാണ് ബെന്നി. അച്ഛനെ ഇവിടെ ഉപേക്ഷിച്ച മകൻ രാജേഷിനെ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. ബെന്നിക്ക് സംരക്ഷണം ഒരുക്കാൻ അടിയന്തര നടപടി വേണമെന്ന് ബെന്നിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന തിരുമൂലപുരത്തെ ഡ്രൈവറും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമായ അജിത് ആവശ്യപ്പെട്ടു. ഞാൻ ഇദ്ദേഹത്തെ കാണാൻ തുടങ്ങിയത് 10 വർഷമായി. 10 വർഷം തൊട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് വന്ന് ഇപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് പിള്ളേർ വന്നതിനെ എറണാകുളങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. നേരത്തെ എന്നും പണിക്കൊക്കെ പോയിട്ട് വന്ന് വൈകിട്ട് വന്ന് റിലാക്സ് ആയി വീട്ടിൽ പോകുന്ന രീതിയാണ്. അപ്പോൾ ഇവിടെ വീടുണ്ട് തുളശ്ശേരി. അവിടെ പോയി കിടക്കുമായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്കായി കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഇങ്ങനെ അലഞ്ഞിരുന്ന് നടക്കുന്നുണ്ടപ്പോൾ പിള്ളേർ വന്ന് വിളിച്ചുകൊണ്ട് നേരെ എറണാകുളത്ത് പോയിട്ട് ഇപ്പം വീണ്ടും തിരിച്ചു കൊണ്ടിരിക്കുന്നു. 2 മാസമായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പം പണിക്കൊന്നും പോകാൻ ശേഷി ഇത് പറയുന്ന വൈകിട്ട് ആരെങ്കിലും പിള്ളേർ ഇടയ്ക്ക് ആരാണ്ട് കൊണ്ട് ചോറൊക്കെ കൊടുക്കുന്നു. അതാരാണെന്ന് അറിയില്ല. പെങ്ങടെ മക്കളാണ് കിടക്കുന്നത് ഇടയ്ക്ക്. അതേ ഉള്ളൂ. ഇവിടെ വൈകിട്ട് കിടക്കാൻ പിള്ളേർ ശല്യം ചെയ്യുന്നില്ല. മറ്റു കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല. പുള്ളി അപ്പം ഞങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇവിടെ വയോജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലവും. അപ്പോൾ അവിടെ പോയി അന്വേഷിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തെ ഞങ്ങൾ കൊണ്ടുപോകാനായിട്ട് അപ്പം താല്പര്യം എനിക്കിങ്ങനെ കഴിയുന്നു. വീഡിയോ ഒക്കെ വെച്ച് അവിടെ ആകുമ്പോൾ ഈ വീഡിയോയിലും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. കംപ്ലീറ്റ് അവിടുത്തെ പ്രൊട്ടക്ഷനും ഊണ് ഭക്ഷണം എല്ലാം അവിടെ ഉണ്ട്. ശ്രമിക്കും. പക്ഷേ ഇങ്ങനെ പുറത്തെ ആളുകളുമായിട്ട് സൗഹൃദത്തിനോ കമ്പനിക്കോ പറ്റത്തില്ല. വീഡിയോ വലിക്കാൻ പറ്റത്തില്ല. മറ്റു കാര്യങ്ങൾ ബന്ധപ്പെടാൻ കഴിയാത്തതുകൊണ്ട് പുള്ളിയുടെ സ്വതന്ത്ര ജീവിതം എനിക്കിതാ ഇഷ്ടമെന്നുള്ള രീതി പുള്ളി ഇവിടെ കഴിഞ്ഞു. ആർക്കും ഒരു ശല്യമൊന്നും ഇല്ലാതെ ഇങ്ങനെ പരമാവധി ഒഴിഞ്ഞ് ശബ്ദങ്ങളിലും കോലാഹലൊന്നും ബന്ധപ്പെടാതെ ഇവിടെ വീടൊക്കെ വെച്ചിട്ട് വീടെല്ലാം വിറ്റ് അവരെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിള്ളേർ പൈസയെല്ലാം കൊണ്ടുപോയി. അപ്പം പുള്ളി സത്യത്തിൽ അവർ ചെയ്തത് നമുക്ക് നീതീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പുള്ളിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പുള്ളി ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിച്ചേച്ച് അവർ ചെയ്യണം. അതൊന്നും ചെയ്ത് അവിടെ കൂട്ടിക്കൊണ്ടിട്ടേച്ച് പോലും തുല്യമായിട്ട് പ്രവൃത്തിയാണെന്ന് പറയുന്നത്. അവരുടെ ഭാഗം എന്താണെന്ന് നമുക്കറിയില്ല. പുള്ളി അവരോട് എടുത്ത സമീപനം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ പുള്ളി നമ്മുടെ കണ്ണൂരിൽ തീരെ അവസാനമാണ്. എന്നാൽ അച്ഛൻ തന്നെ 2 ദിവസം മുൻപ് വിളിച്ചിരുന്നുവെന്നും സാമ്പത്തിക ബാധ്യത ഉള്ളതിനാലാണ് അച്ഛൻ്റെ സംരക്ഷണം വൈകുന്നതെന്നും പണം സംഘടിപ്പിച്ച ശേഷം അച്ഛനെ കൊണ്ടുപോകാമെന്നും ബെന്നിയുടെ മകൻ രാജേഷ് ദേശം ന്യൂസിനോട് പറഞ്ഞു.